ദൈവത്തിൻ്റെ നിസ്തുല നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. അന്യൻ പരദേശി എന്നെൻ്റെ മേലെഴുത്തെന്നാൽ സർവസ്വവും എൻ്റേതത്രേ. അന്യൻ പരദേശി എന്നെൻ്റെ മേലെഴുത്തെന്നാൽ സർവസ്വവും എൻ്റേതത്രേ. അല്പസമയത്തെ ധ്യാനത്തിനായി മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം നമുക്ക് വായിക്കാം. യേശുവോ, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് പറഞ്ഞു. ഈ വചനത്തെ പ്രതി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശിശുക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. ദാനവസ്തുവിന്മേൽ അവകാശമുള്ളത് ദാതാവിനാണ്, അതായത് കൊടുക്കുന്ന ആൾക്ക്. എന്നാൽ ദാതാവ് ഇത് മറ്റൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ക്രമപ്രകാരം അവകാശികൾ രണ്ടായി. ശിശു വളർന്നു വരുമ്പോൾ ദാതാവുമായി ഒരു സമ്പർക്കം പുലർത്തിപ്പോരുന്നില്ല എങ്കിൽ കുറെ കഴിയുമ്പോൾ കുട്ടികൾ ദാതാവിനെ മറന്നുപോകുന്നു. എന്താണ് ഇതിന് കാരണം? സമ്പർക്കമില്ലായ്മ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത് എന്ന്. ഈ വാക്യത്തിൽ നിന്നും ഒരു കാര്യം തീർച്ചയാണ്, ആരോ അവരെ തടുത്തു എന്ന്. ആരാണവർ? അത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. അത് മത്തായി 19:14 ഓരോ സമയത്തും മനുഷ്യനെ ചതിയിൽ വീഴ്ത്തുവാൻ സാത്താൻ ഓരോ തന്ത്രങ്ങൾ പയറ്റുന്നു. ആദ്യം ഹവ്വായോട് പറഞ്ഞു, ദൈവം നിങ്ങളെ പറ്റിച്ചതാണ്, നിങ്ങൾ മരിക്കുകയില്ല. രണ്ടാമതായി കയ്യേനോട് പറഞ്ഞു, നീ ഒരു യാഗമങ്ങ് കഴിക്ക്, ഇതൊക്കെ മതി, നീ അങ്ങോട്ട് കൊണ്ടു ചെല്ല്, വ്യവസ്ഥയില്ലാത്ത യാഗം. നീ യാഗം കഴിക്കാൻ പോകുമ്പോൾ യാഗത്തിൻ്റെ വ്യവസ്ഥകൾ നീ പഠിക്കണം, അവ നീ പാലിക്കണം, അല്ലെങ്കിൽ നിന്റെ യാഗം സാത്താൻ്റെ മുതലെടുപ്പാകും. മൂന്നാമതായി സാത്താൻ നശിപ്പിച്ചത് നിന്റെ ആശയവിനിമയത്തെയാണ്. അതായത് ബാബേൽ ഗോപുരം പണിത് സ്വർഗത്തിൽ കയറാമെന്നൊരാശയം നിന്നിൽ തന്നത് നിന്റെ നന്മയ്ക്കായിരുന്നില്ല. പിന്നെയോ നിന്റെ ഐക്യം, നിന്റെ ആശയവിനിമയം, അതാണ് സാത്താൻ തകർത്തത്. ഇപ്പോൾ നമ്മൾക്ക് ഒരാൾ പറയുന്നത് മറ്റേയാൾക്ക് മനസ്സിലാകുന്നില്ല. ഇതല്ലേ നമ്മുടെ ഐക്യം തകരുവാൻ കാരണം. നമുക്ക് അല്പം പെട്ടെന്ന് തന്നെ പോകാം. മോശെ സീനായി പർവ്വതത്തിൽ കൽപ്പന വാങ്ങാൻ പോയപ്പോൾ സാത്താൻ ജനത്തിൻ്റെ മനസ്സ് മാറ്റുവാൻ തക്കവണ്ണം ഇടയായി. ആ പുള്ളി ഞങ്ങളെ ഇവിടം വരെ കൊണ്ടുവന്നു, ഇപ്പോഴോട്ട് കാണാനുമില്ല, ഇനി എന്ന് വരുമെന്നും അറിയില്ല. നീയല്ലേ പുരോഹിതൻ, നീ ഞങ്ങൾക്ക് ഒരു ദൈവത്തെ ഉണ്ടാക്കിത്താ എന്നവർ വന്നു പറഞ്ഞു. ഉളിയും കൊണ്ടൊരു ഭാഷയൊക്കെ വരുത്തി അതിൻ്റെ മുമ്പിലൊരു യാഗപീഠവും പണിതു. ഇവരുടെ വാക്ക് കേട്ടപ്പോൾ തന്നെ അഹറോൻ അവർക്കൊരു വിഗ്രഹത്തെയും ഉണ്ടാക്കിക്കൊടുത്തു. നമ്മുടെ ഇടയിലും ഇങ്ങനെ പല വിഗ്രഹങ്ങളും പലരും ഉണ്ടാക്കി വരുന്നു. അതിനിച്ചിരെ ഭാഷാഭംഗിയൊക്കെ വരുത്തിയിട്ട് വേണം കുമ്പിടാൻ.
ദൈവത്തിൻ്റെ പാനപാത്രം നിനക്കെന്നാണ് അശുദ്ധമായത്? വാഴ്ത്തി അനുഗ്രഹിച്ച് ശിഷ്യന്മാർക്ക് നൽകിയെന്നാണ് തിരുവെഴുത്ത്. ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്, സൗഖ്യമാക്കുന്ന ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്. നീ പ്രസംഗിക്കുന്ന വചനത്തിനെതിരെ നീ പ്രവർത്തിക്കരുത്. ദൈവം കേൾക്കുന്നതിന് ന്യായം വിധിക്കുന്നവനാണ്. ദൈവം നിന്റെ വിഗ്രഹങ്ങളെ നിന്റെ ഹൃദയത്തിൽ പിടിക്കുന്നവനാണ്. ദൈവം മോശയോട് സംസാരിച്ച് കൽപ്പനകളും ചട്ടങ്ങളും ഒക്കെ കൊടുത്ത് ഇരുന്നതിനാൽ മോശെ പർവ്വതത്തിൽ നിന്നും ഇറങ്ങി വരുവാൻ താമസിച്ചു. അങ്ങനെ ജനം തങ്ങളെ തന്നെ വഷളാക്കിയതായി കാണാം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ ദൈവം കൽപ്പന കൊടുത്തപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: അടിമ വീടായ മിസ്രയീം ദേശത്തു നിന്നും നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ എന്നാണ്. ഇത് ദൈവപ്രസാദം ഉള്ള കാലം. യഹോവ ദൈവമായിരുന്ന കാലം. എന്നാൽ ജനം വിഗ്രഹാരാധന നടത്തി തങ്ങളെ തന്നെ വഷളാക്കിയ അവസരത്തിൽ ദൈവം പറയുന്നത് എന്താണെന്ന് നോക്കാം. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നാം കാണുന്നത് ഇപ്രകാരമാണ്: നീ മിസ്രയീം ദേശത്തു നിന്നും കൊണ്ടുവന്ന നിന്റെ ജനമെന്നാണ്. എൻ്റെ ജനം നിന്റെ ജനമായി രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നു. അതായത് ജനത്തെ നയിപ്പാൻ നല്ല ഇടയൻ ഇല്ലാതെ പോയപ്പോൾ വന്നുപെട്ട ദുരന്തം. എൻ്റെ ജനം നിന്റെ ജനമായി അധപതിച്ചു പോയി. ഇവിടെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് അതിമഹത്വം ഭയങ്കരവുമായ ഒരു ദൗത്യമാണ്. ഒരു വശത്ത് ദൈവം ഇസ്രായേൽ മക്കളോട് ഭയാനകമാകും വിധം കോപിച്ചു നിൽക്കുന്നു. മറുവശത്ത് ഇസ്രായേൽ പാപത്തിൽ കിടന്ന് ആർപ്പ് വിളിക്കുകയും കോപഹേതുവായ വിഗ്രഹത്തിന് യാഗം കഴിക്കാൻ യാഗപീഠം പണിയുകയും ചെയ്തിരിക്കുന്നു. ഇവിടെയാണ് നമ്മളൊരു യഥാർത്ഥ ഇടയൻ്റെ ആത്മഭാരം ദർശിക്കുന്നത്. തൻ്റെ ജീവനെപ്പോലും അവഗണിച്ച് മോശെ ഇസ്രായേൽ ജനത്തിനു വേണ്ടി മധ്യസ്ഥം നിൽക്കുന്നു. ദൈവം കോപിച്ചാൽ തിരുമുമ്പാകെ നിൽക്കുവാൻ കഴിയുന്നവനാർ? ആത്മാക്കളെക്കുറിച്ച് ഭാരമുള്ള പ്രാർത്ഥനയും ഉപവാസവും കൈമുതലായുള്ള അജപാലകരുടെ അഭാവം ഇന്ന് പല മേഖലകളിലും ദൃശ്യമാണ്. ഇടയന ആടുകളെക്കുറിച്ച് ഭാരമില്ലായ്മ വരുമ്പോൾ ദശാംശത്തിലും പോക്കറ്റ് മണിയിലും മാത്രം ഒതുങ്ങുന്ന ശുശ്രൂഷകൾ ആടുകളുടെ നാശം എളുപ്പത്തിലാക്കുന്നു. സാത്താൻ ദൈവജനത്തെ തെറ്റിക്കുവാൻ പിന്നീട് കൊണ്ടുവന്ന സ്വന്തം തന്ത്രങ്ങൾ പലതുണ്ട്. അതിലൊന്നാണ് കൽപ്പന പഠിപ്പിക്കുന്നതിൽ സാത്താൻ പ്രയോഗിച്ചത്. നാമധേയ ക്രിസ്ത്യാനികൾ എല്ലാം ആ ചതിയിൽ വീണുപോയി. അവൻ രണ്ടാമത്തെ കൽപ്പന നിഷ്കരുണം തള്ളിക്കളഞ്ഞു. ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോനെ പോലും സാത്താൻ വീഴിച്ചു കളഞ്ഞത് രണ്ടാമത്തെ കൽപ്പനയിലാണ്. ശലോമോൻ രണ്ടാമത്തെ കൽപ്പന ലംഘിച്ചപ്പോൾ ദൈവം ഇസ്രായേൽ ജനത്തെ തന്നെ നശിപ്പിച്ച് താറുമാറാക്കി കളഞ്ഞതായി നമുക്ക് കാണുവാൻ കഴിയും. ദൈവം തൻ്റെ നാമം സ്ഥാപിക്കുന്നതിനായി ശലോമോൻ പണിത ആലയത്തെ പോലും നിഷ്കരുണം തോണ്ടിക്കളയുവാനിടയായി. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നാം കൽപ്പനകളെ പ്രമാണിക്കാഞ്ഞാൽ ദൈവം നമ്മെയും ആദരിക്കാതെ വരും. ഒരിക്കൽ നാം രക്ഷിക്കപ്പെട്ടു എന്നുള്ള മേൽവിലാസം മാത്രം ഉപയോഗിച്ച് സ്വർഗത്തിൽ പോകാമെന്നാരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ ദിവാസ്വപ്നം മാത്രമാണ്. രക്ഷിക്കപ്പെടുന്നതിന് 3 തലങ്ങൾ ദൈവം വച്ചിരിക്കുന്നു. ഒന്നാമതായി രക്ഷിക്കപ്പെട്ടു, 2 രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, 3 രക്ഷിക്കപ്പെടും. ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. പല യോഗങ്ങളിലും പങ്കെടുക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന
വളരെ ദാരുണമായ ഒരു കാഴ്ചയുണ്ട്. എല്ലാ പന്തലിലും സംഘാടകർക്ക് സ്ഥാനമുണ്ട്, മൂപ്പന്മാർക്ക് സ്ഥാനമുണ്ട്, മൂപ്പത്തികളും മുൻപിൽ തന്നെ കാണപ്പെടുന്നു. എന്നാൽ എവിടെ നമ്മുടെ മക്കൾ? അവർക്ക് മാത്രം നമ്മൾ സ്ഥാനം കൊടുക്കുന്നില്ല. കസേര വേണ്ട. നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാ യോഗങ്ങളിലും മുൻനിരയിലിരിക്കട്ടെ. അതിനു പുറകിൽ കസേരയിട്ട് ഇടിച്ചു കയറിയിരുന്നോളൂ. നമ്മൾ നമ്മുടെ മക്കളെ പുറകോട്ട് തള്ളിയാൽ എൻ്റെ ജനം നിൻ്റെ ജനമായി പോകും. കുഞ്ഞുങ്ങളെ സാത്താന് കൊണ്ടുപോകാൻ പുറകോട്ട് തള്ളല്ലേ. കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത് എന്നാണല്ലോ യേശു ക്രിസ്തു പറഞ്ഞത്. നമ്മുടെ മക്കൾ എല്ലാ യോഗങ്ങളിലും മുൻപിൽ ഇരിക്കട്ടെ, അല്ലെങ്കിൽ നാളെ നമുക്കവരെ നഷ്ടമാകും തീർച്ച. ഇതിനുത്തരവാദി നാമാണ്, നാം മാത്രമാണ്. നാമാണ് അവരെ പുറകോട്ട് തള്ളിയത്. കേൾക്കുക, ചിന്തിക്കുക, താമസം വിന പ്രാവർത്തികമാക്കുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.